പിണറായി വിജയനെ ഒതുക്കത്തിൽ തീർക്കുകയാണ് AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ. കെ.സി. ആഞ്ഞു പിടിച്ചാൽ പിണറായിക്ക് പിന്നെ മറുപടിയൊന്നും ഇല്ലാത്ത തരത്തിലേക്കാണ് സ്വന്തം പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത്. ഇന്നിപ്പോൾ പോളിംഗ് നടക്കുമ്പോൾ പല ബൂത്തുകളിലും EVM അടക്കം തകരാറിലാകുമ്പോൾ ഇത് അട്ടിമറിയാണോ എന്ന് UDF സംശയിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ. അതിന് കാരണം സ്വരാജിന്റെ തോൽവി ഏകദേശം വോട്ടെടുപ്പിന്റെ തലേ ദിവസം ഗോവിന്ദന്റെ ഒറ്റ പ്രസ്താവനയിലൂടെ ഉറപ്പിച്ച CPM അഭിമാന പോരാട്ടത്തിൽ മുഖം രക്ഷിക്കാൻ ചിലപ്പോൾ അട്ടിമറി നടത്താനും സാധ്യതയുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഗോവിന്ദനെ വെള്ളപൂശാൻ ഇറങ്ങി തിരിച്ച പിണറായിയെ കെ.സി. വേണുഗോപാൽ കണക്കിന് കൊടുത്ത് ഒതുക്കാൻ നോക്കിയത്. പക്ഷേ ഇവിടെ അമ്മായിയപ്പനെ രക്ഷിക്കാനും അടുത്ത തവണ കൂടി മന്ത്രി കസേര ഊട്ടി ഉറപ്പിക്കാനും കെ.സി. വേണുഗോപാലിന് മറുപടി കൊടുത്തത് മന്ത്രി റിയാസ് ആണ്. രാജസ്ഥാനിൽ നിന്നുള്ള തന്റെ രാജ്യസഭാ സീറ്റ് രാജിവെച്ച് BJPക്ക് ദാനം നൽകിയ AICC സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ ട്യൂഷൻ മതനിരപേക്ഷ കേരളത്തിന് ആവശ്യമില്ല എന്നാണ് തന്റെ വാദത്തെ ന്യായീകരിക്കാൻ റിയാസ് മെനഞ്ഞ കഥ. പക്ഷെ റിയാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കമന്റുകളിൽ റിയാസിനെ ജനങ്ങൾ പഞ്ഞിക്കിടുമ്പോൾ വീണ്ടും ഗോവിന്ദൻ മാഷും പിണറായിയും മരുമകനും എയറിലാവുകയാണ്. അല്ല, അവസരവാദമേ താങ്കളുടെ പേരാണോ പിണറായി വിജയൻ എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇത്രയേറെ യാഥാർത്ഥ്യങ്ങളെ മറച്ചു പിടിച്ച് ചരിത്രത്തെ വളച്ചൊടിച്ച് തൻ്റെ പാർട്ടി സെക്രട്ടറി നടത്തിയ ഒരു പ്രസ്താവനയെ വളച്ചൊടിക്കാൻ മുഖ്യമന്ത്രി നടത്തിയ ശ്രമം അദ്ദേഹത്തെ തന്നെ അപഹാസ്യനാക്കുകയാണ്. CPMൻ്റെ പൂർവ്വകാല ചരിത്രം അറിയുന്ന എല്ലാവർക്കും അറിയാം ഈ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു. എന്തുകൊണ്ടാണ് സുന്ദരയ്യ രാജിവെച്ചത്? രാജിവെക്കാൻ ആധാരമായ 10 കാര്യങ്ങളിൽ അദ്ദേഹം ആദ്യത്തെ കാരണം പറഞ്ഞത് എന്താണ്? CPMൻ്റെ ജനസംഘവുമായും RSSുമായുള്ള ബന്ധം പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലെ ഭൂരിപക്ഷം ആളുകളും ആഗ്രഹിക്കുന്നത് പാർട്ടിയെ കരുത്ത നാശത്തിലേക്ക് നയിക്കും, അതുകൊണ്ട് രാജിവെക്കാൻ ആഗ്രഹിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ സുന്ദരയ്യയുടെ പ്രസ്താവന തന്നെ. പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരാളുടെ കത്തിലെ തന്നെ ആദ്യ വാചകം അതിന്ന് പബ്ലിക് ഡൊമൈനിലുണ്ട്, നോക്കിയാൽ അറിയാം. സാക്ഷാൽ പിണറായി വിജയൻ തന്നെ 77 മത്സരിച്ചത് ആരുടെ പിന്തുണയോടുകൂടിയായിരുന്നു? അതേ MLA ആയത് കൂത്തുപറമ്പിൽ. അതിനവർ പുതിയ പേര് പറഞ്ഞത് ജനതാ പാർട്ടിയായിരുന്നു. ജനസംഘവും എല്ലാം കൂടി ജനതാ പാർട്ടി, അദ്വാനിയും വാജ്പേയിയും തന്നെയല്ലേ അന്ന് ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരിൽ പ്രധാനികൾ. പിന്നീട് നമുക്കറിയാം എത്ര പ്രാവശ്യം CPMുമായിട്ട് RSSുമായിട്ട് പരസ്യമായ ബന്ധമുണ്ടായിട്ടുണ്ട്. നിഷേധിക്കാൻ കഴിയുന്ന ഒന്നാണോ? ഞാൻ തെളിവോട് ഇന്നിപ്പോൾ എൻ്റെ FB പോസ്റ്റിനെ കൃത്യമായിട്ടുള്ള കത്തുകളോട് മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ കൃത്യമായിട്ടുള്ള കാരണങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. ഓരോ ഇൻസ്റ്റൻസസ് പറഞ്ഞിട്ടുണ്ട്. തെളിവുകൾ ആവശ്യമുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് മുമ്പിൽ തെളിവുകൾ ഹാജരാക്കാം. CPMൻ്റെ RSS ബന്ധത്തെ വെളിപ്പെടുത്തുന്നു. പിന്നെ എങ്ങനെയാണ് മുഖ്യമന്ത്രി RSSുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമേ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത്? അല്പസ്വല്പം ഉപകാരസ്മരണയെങ്കിലും വേണ്ടേ മുഖ്യമന്ത്രിയെ പോലുള്ള ഒരാളിങ്ങനെ പറയുമ്പോൾ? എന്തുമാത്രം സത്യത്തെ വളച്ചൊടിക്കലാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. എന്തിനേറെ പറയുന്നു, ഏറ്റവും ഒടുവിലെ 2021 തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് പോലും ഓർഗനൈസറിൻ്റെ മുൻ എഡിറ്ററായ ബാലശങ്കറിൻ്റെ വെളിപ്പെടുത്തലുണ്ടായിട്ടുണ്ടല്ലോ. 89 VP സിംഗിൻ്റെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്ത് എങ്ങനെയായിരുന്നു? ഇതെല്ലാം യാഥാർത്ഥ്യങ്ങളാണ്. ഈ യാഥാർത്ഥ്യങ്ങളെ മറച്ചു പിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന തീർത്തും അവസരവാദപരമായിരുന്നു എന്നാണ് എൻ്റെ ടേക്ക്. അതിൻ്റെ തുടർച്ചയായിട്ടാണോ ഇപ്പോൾ ഈ ഗവർണർ വിഷയത്തിൽ ഗവർണർ വിഷയത്തിൽ എന്തുകൊണ്ട് ആദ്യം CPM മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല? തൻ്റെ മന്ത്രിസഭയിലെ മന്ത്രിമാർ, തൻ്റെ മുന്നണിയിലെ രണ്ടാമത്തെ ഘടകകക്ഷിയായ CPIയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം ശക്തമായിട്ട് ഈ ഇസുമായി ബന്ധപ്പെട്ട ക്യാമ്പയിൻ ഇറങ്ങി. അവരുടെ ക്യാമ്പയിനായിരുന്നു CPIയുടെ സംസ്ഥാനത്തുടനീളം. ഒന്ന് ക്യാമ്പയിനെ ശക്തിപ്പെടുത്താൻ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന അന്ന് നന്നായിരുന്നല്ലോ. തിരഞ്ഞെടുപ്പിൽ CPM സെക്രട്ടറിയുടെ പ്രസ്താവന വന്ന് വൈകുന്നേരം അതിൻ്റെ ഡാമേജ് കൺട്രോളിന് വേണ്ടി എടുക്കുന്ന ഈ പ്രസ്താവന ഒരു 10 ദിവസം മുമ്പ് നടത്തിക്കൂടായിരുന്നോ? അപ്പോൾ എവിടെയാണ് ആത്മാർത്ഥത? സത്യമാണ്, രാജ്ഭവനിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ ആർക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. കേരളത്തിലെ രാജ്ഭവനിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല. അതിന് ആദ്യം പ്രതികരിക്കേണ്ടത് മുഖ്യമന്ത്രിയല്ലേ? നിങ്ങൾ തമിഴ്നാട്ടിലെ സ്റ്റാലിനൊക്കെ കണ്ട് പഠിക്കുക, എങ്ങനെയാണ് രാജ്ഭവനുമായിട്ട് രാഷ്ട്രീയ ആശയ സമരം നടത്തുന്നത് എന്നുള്ളത്. സ്റ്റാലിന് പിൻവാതിലൂടെ നടപടികളോ ഇടപാടുകളോ ഒന്നുമില്ല. അതുകൊണ്ട് ഡയറക്റ്റായിട്ട് പറയുന്നു. ഇവിടെ ഒന്നും പറയുന്നില്ല. ഇപ്പോൾ ഗത്യന്തരമില്ലാതെ
പാർട്ടി സെക്രട്ടറി ഒരബദ്ധം പറഞ്ഞു എന്ന് അവർ പറയുന്നു, സത്യം പറഞ്ഞു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ അത് മറികടക്കാൻ വേണ്ടി നടത്തിയ ഒരു മലക്കം മറച്ചിലിനായിരുന്നു ഇന്നലെ വൈദ്യുതി അദ്ദേഹം ശ്രമിച്ചത്. പക്ഷേ അത് അദ്ദേഹത്തെ കൂടുതൽ അപഹാസ്യനാക്കുകയാണ് ചെയ്തത്. ഈ അഭിമുഖത്തിൽ പ്രത്യേകിച്ച് ഈ അഭിമുഖകാരൻ ചോദിക്കുന്നുണ്ട്, ഇത് വിവാദമാകില്ല ഇത്തരത്തിലുള്ളൊരു ഈ RSS ബന്ധം പറയുന്നതെന്ന്. പക്ഷേ ആ ഘട്ടത്തിൽ സെക്രട്ടറി പറഞ്ഞത് സത്യം പറയുന്നതിന് എന്താണ് പ്രശ്നം എന്നുള്ള രീതിയിലാണ്. അത് ഒരു അവിചാരിതമായിട്ട് പറഞ്ഞാണെന്ന് കരുതാൻ അല്ല, ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ, ഒരു CPMൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്, സാധാരണ പദവിയിലിരിക്കുന്ന ആളല്ല. ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ആ പദവിയുടെ പ്രാധാന്യം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, അവരുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പദവിയുടെ പ്രാധാന്യവും ഉത്തരവാദിത്വ ബോധവുമൊക്കെ. ഞാൻ ആ ഇൻ്റർവ്യൂ കണ്ടു, 2 പ്രാവശ്യം കണ്ടു. അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ടും ചോദിക്കുന്നുണ്ട്. ആദ്യം ചോദിക്കുമ്പം ഇതെങ്ങനെയോ സ്ലിപ്പ് ഓഫ് ടങ് ആണോ എന്ന് സംശയിച്ച് അദ്ദേഹം ഉറപ്പുവരുത്താനായി വീണ്ടും ചോദിക്കുന്നുണ്ട്. ആ ഉറപ്പുവരുത്താനായി ചോദിക്കുമ്പോൾ വളരെ ആർജവത്തോടെ ഏറ്റവും ശക്തമായിട്ടാണ് പാർട്ടി സെക്രട്ടറി ഇത് പറയുന്നത്. ആ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് പിന്നെ അദ്ദേഹം മലക്കം പറഞ്ഞു, എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്, അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി അദ്ദേഹം ഒന്നും പറയുക. കാരണം ഇന്നത്തെ കാലത്ത് ആർക്കും മാറ്റി പറയാനൊന്നും പറ്റില്ലല്ലോ. മാധ്യമങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വായിൽ വന്ന് തിരികിയിട്ട് പറയിപ്പിക്കുന്നതാണോ ഇത്? അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ വന്ന് പറയിപ്പിക്കുന്നതാണോ? സ്വന്തം ഹിതമനുസരിച്ച് പറയുന്നതാണല്ലോ. അപ്പോൾ അത് സത്യത്തിൽ എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് ആലോചിക്കേണ്ടവർ ആലോചിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്.